തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാമെന്നുള്ള ഒരു മറുപടിയാണ് പ്രത്യേകമായ നമ്മൾ ലോക്സഭയിൽ നിന്ന് കാണുന്നത്. റായ്ബറേലി MP ആയി രാഹുൽ ഗാന്ധി. I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭാരത് ജോഡോ ഇന്ദിര ഇന്ദിര ഇന്ന് അടിയന്തരാവസ്ഥയുടെ വാർഷികമാണ്. ആ ദിനത്തിൽ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ഉയരുമ്പോൾ രാഹുൽ ഗാന്ധി അനുകൂലിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മറുഭാഗത്തു നിന്ന് ഉയരുന്നത് നമ്മൾ കേട്ടു. ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. അതിനുശേഷം താഴേക്കിറങ്ങിയതിനു ശേഷം വീണ്ടും തിരികെ വന്നാണ് പ്രോട്ടം സ്പീക്കർക്ക് ഹസ്തദാനം നൽകിയതും. ഇന്ത്യ സഖ്യം ഇന്ന് വൈകിട്ട് യോഗം ചേരും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ 8 മണിക്കാണ് യോഗം. സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് പ്രധാന ചർച്ചാ വിഷയം. ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു ദില്ലിയിൽ നിന്ന്. ശരത് കെ ശശി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയാണ് നമ്മൾ തത്സമയം കണ്ടത്. ഇന്ത്യ സഖ്യം വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായിരിക്കും എന്നത് ഉറപ്പിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ. പക്ഷേ അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒപ്പില്ലാത്ത ഒരു പത്രിക അത് എത്രത്തോളം ചർച്ചാ വിഷയമാകും മുന്നണിക്കുള്ളിൽ ഇന്നത്തെ യോഗത്തിൽ? സുജയ, തീർച്ചയായും പ്രതിപക്ഷ നിരയിൽ ഒരു ഭിന്നതയില്ല എന്ന് തെളിയിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഈ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിനുണ്ട്. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് ഈ കൊടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടുവെങ്കിലും അതിനോടുള്ള വിയോജിപ്പ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നിരയിൽ വിയോജിപ്പുകളില്ല എന്ന് സ്ഥാപിച്ചെടുക്കുക എന്നത് തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുകയാണ്. 2014-ലും 2019-ലും രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും വലിയ ആവേശമൊന്നും ആ ഘട്ടത്തിൽ പ്രതിപക്ഷ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴതല്ല കാഴ്ച. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ തന്നെ ലോക്സഭയിൽ രാഹുലിന് അനുകൂലമായി വലിയ മുദ്രാവാക്യങ്ങളായിരുന്നു മുഴങ്ങിക്കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് രാഹുൽ സ്പീക്കറുടെ ഇടതുഭാഗത്തുള്ള ചെയറിൽ അവിടെ ഡയസിലെത്തിയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഭരണഘടന വലത്തെ കൈയിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു. വലത്തെ കൈയിൽ അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഭരണപക്ഷ ബെഞ്ചിലുള്ളവർക്കൊക്കെ തന്നെ ഭരണഘടന ഉയർത്തി കാണിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് രാഹുലിൻ്റെ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നത്. ഏതായാലും വളരെ രാഹുലിൻ്റെ സത്യപ്രതിജ്ഞയെ വലിയ ഹർഷാരവങ്ങളോടുകൂടി പ്രതിപക്ഷ നിര ഏറ്റെടുത്ത സമയത്ത് അതേപോലെ തന്നെ ഭരണപക്ഷത്തിൽ നിന്നും വിമർശനങ്ങളുടെ ഭാഗമായുള്ള മുദ്രാവാക്യങ്ങളുമൊക്കെ ഉയർന്നു കേൾക്കുന്നത് നമുക്ക് കാണാനായി. ആ രീതിയിൽ വളരെ നാടകീയമായ ഒരു രംഗങ്ങൾ, വളരെ ആവേശം നൽകുന്ന രംഗങ്ങൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ കാണാനാകുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ഈ ലോക്സഭയിലേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ രാഹുൽ ഒഴിഞ്ഞ വയനാട്ടിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയും സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടി ലോക്സഭയിലേക്ക് അല്പസമയം മുൻപ് എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 2019-ൽ വയനാട് MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ ഇത്തവണ റായ്ബറേലി MP ആയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിൽ തന്നെ ശ്രദ്ധേയമായ കാര്യം, ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ പലപ്പോഴും BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളുള്ള ആളുകളൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെങ്കിൽ ആ സമയത്തൊക്കെ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷ നിരയിൽ നിന്ന് രാഹുലും സജീവമായി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉടനീളം പങ്കെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി. ഏതായാലും അല്പസമയത്തിനകം ഈ MP-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകും. ഇതിൽ ഏറ്റവും വിവാദമായ ഒരു സത്യപ്രതിജ്ഞ നടന്നത് അത് അസദുദ്ദീൻ ഒവൈസിയുടേതാണ്. അസദുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് ജയ് പലസ്തീൻ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാനായി. അത് ഏതായാലും വരും ദിവസങ്ങളിലും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. നിലവിൽ ഇന്ന് 260 MP-മാരുടെ സത്യപ്രതിജ്ഞയാണ്
തന്നെയാണ് നിശ്ചയിച്ചിരുന്നത്. ഏറെക്കുറെ ബഹുഭൂരിഭാഗം എംപിമാരും ഇതിനോടകം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനി പശ്ചിമ ബംഗാൾ അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിലെ എംപിമാരുടെ സത്യപ്രതിജ്ഞ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ ഏതായാലും ഏറെ നിർണായകമായ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടയിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല. നാളെ കൊടിക്കുന്നിൽ സുരേഷ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായി ഓം ബിർളയും പരസ്പരം ഏറ്റുമുട്ടും. നിലവിലെ സാഹചര്യത്തിൽ NDAക്ക് വിജയിക്കാനുള്ള കൃത്യമായ ഭൂരിപക്ഷം ഉണ്ട്. 293 പേരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് വിജയത്തെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക NDA ക്യാമ്പിന് ഇല്ല. അതേസമയം പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഏതെങ്കിലും നിലയിൽ ഭരണപക്ഷത്ത് നിന്നും വോട്ടുകൾ അടർത്തിയെടുക്കുക, അങ്ങനെ ഭരണമുന്നണിയിൽ ഒരു അവിശ്വാസം സൃഷ്ടിച്ചെടുക്കുക, പരസ്പരം ഒരു അവിശ്വാസം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും. അതിന് പറ്റുന്ന നിലയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ് ഇന്ന് തീർച്ചയായും നമ്പർ ഗെയിമായി മാറാൻ പോവുകയാണ് നാളത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഓം ബിർള കഴിഞ്ഞ പാർലമെന്റിൽ ലോക്സഭാ സ്പീക്കറായിരുന്ന ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുള്ള മത്സരമാണ് നാളെ രാവിലെ 11 മണിക്ക് നടക്കാൻ പോകുന്നത്. ഇന്ത്യ